SFIയിൽ പ്രവർത്തിച്ച ഓർമ്മകൾ കൈരളി ന്യൂസിനോട് പങ്കുവച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. ചരിത്രത്തിൽ SFIയെ പോലെ ഒരു പ്രസ്ഥാനമില്ല. കൈരളി ന്യൂസ് കോഴിക്കോട് റിപ്പോർട്ടർ ശരണ്യ പൊയ്യേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. SFIയുടെ മുൻകാല ശക്തിയുള്ള ഒരു പ്രവർത്തകനും അതുപോലെ തന്നെ CPIMന്റെ കരുത്തുറ്റൊരു നേതാവും കൂടിയായിട്ടുള്ള M സ്വരാജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സഖാവേ നമസ്കാരം. സഖാവേ, SFIയുടെ സമ്മേളന വേദിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും SFIയുടെ ഓർമ്മകൾ അത് മനസ്സിലേക്ക് വരാതിരിക്കില്ല. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തെ ഒന്ന്? നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു ദിശാബോധം പകർന്നു നൽകിയ മഹാപ്രസ്ഥാനമാണ് SFI. SFIയിലൂടെയാണ് കേരളത്തിലെ തന്നെ പുരോഗമന രാഷ്ട്രീയം മുൻപോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ ഇതുപോലെ മറ്റൊരു പ്രസ്ഥാനവുമില്ല. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിലെ SFIയെ മാത്രമെടുത്താൽ പോലും കേരളത്തിലെ SFI എല്ലാ കാലത്തും ഒരു മാതൃകാ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ആരോഗ്യകരമായ അക്കാദമിക് ഇടപെടലുകളും ഒപ്പം ഓരോ ഘട്ടത്തിലും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളും ഈ രണ്ട് പാതയിൽ SFIയുടെ ഇടപെടൽ കാണാൻ കഴിയും. ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, മുൻപ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കോഴ്സ് പുനഃസംഘാടനത്തിൻ്റെയും എല്ലാം ഭാഗമായി ഇന്നും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നവരുടെ മുൻപിൽ ഒരു ആധികാരിക രേഖ പ്രഭാത് പട്നായിക്കിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി യൂണിയനുകൾ സംയുക്തമായി നടത്തിയ ഒരു പഠന കമ്മീഷനാണ്. അതിൻ്റെ റിപ്പോർട്ടാണ്. അത് ഒരു ആധികാരിക രേഖയായി അക്കാദമിക് പണ്ഡിതന്മാർ പോലും കണക്കാക്കുന്നതാണ്. ഒപ്പം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് കേരളം രാഷ്ട്രീയത്തിനതീതമായി ആദരിക്കുന്ന സുഗതകുമാരിയെ പോലെ ഒക്കെയുള്ള അന്ന് ONV അങ്ങനെയുള്ളവരുടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് SFI നേതൃത്വം കൊടുത്ത ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടാണ് ഒരു കാലത്ത് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വഴികാട്ടിയായി മാറിയത്. ഞാൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊന്നും വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്ന ഒരു പതിവ് അതിനു മുൻപ് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യനീതിയും മെറിറ്റും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയ വലിയ സമരങ്ങൾ, മഹാസമരങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വലിയ മാതൃകയായിരുന്നു കേരളത്തിലെ SFI. ഒപ്പം രാജ്യമെമ്പാടും SFI പ്രവർത്തകരായതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ നിരവധിയാണ്. കേരളത്തിൽ മാത്രമെടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 35 വിദ്യാർത്ഥികളോ മറ്റോ ആണ് SFI നേതാക്കന്മാരായി, SFI പ്രവർത്തകരായി എന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ വെച്ച് കൊല്ലപ്പെട്ട SFI പ്രവർത്തകർ, അതൊക്കെ വേദനിപ്പിക്കുന്ന നീറുന്ന ഓർമ്മകളാണ്. പക്ഷേ SFIക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഇന്നുവരെ കേരളത്തിലെ ക്യാമ്പസുകളിൽ വെച്ച് SFI പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോഴും തിരിച്ചാരെയെങ്കിലും കൊല്ലാൻ SFI മുതിർന്നില്ല. കൊല്ലപ്പെടുമ്പോഴും കൊലയാളികളെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയല്ലാതെ എതിരാളികളെയും കൊലപ്പെടുത്തണം എന്ന പ്രതികാര വാഞ്ചയിലേക്ക് SFI പോയില്ല. സമാധാനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എല്ലാ ആക്രമണങ്ങളെയും ഏറ്റുവാങ്ങിയ ഒരു അനുഭവമാണ് കേരളത്തിലെ SFIയുടെ അനുഭവം. അതുകൊണ്ടാണ് കേരളത്തിലെ SFI എതിരാളിയില്ലാത്ത പ്രസ്ഥാനമായി വളർന്നത്. ഇന്നും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പ്രത്യേകിച്ചും മറ്റ് സ്ഥാപനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, മഹാഭൂരിപക്ഷം പേരും പെൺകുട്ടികളാണ്. ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കണ്ടുവരുന്ന ഒരു വലിയ മാറ്റമാണ്. അവിടെയെല്ലാം SFI ആണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ അക്രമത്തിൻ്റെ പാതയിൽ പോകാതെ, കൊല്ലപ്പെടുമ്പോഴും തിരിച്ചു കൊല്ലാതെ മുൻപോട്ട് പോകുന്ന സമാധാനത്തിൻ്റെ പതാകവാഹകർ എന്ന നിലയിലുള്ള പ്രവർത്തനം പെൺകുട്ടികൾക്കിടയിൽ വലിയ അംഗീകാരമാണ് SFIക്ക് നേടിക്കൊടുത്തത്. ഇതെല്ലാം SFIയുടെ വർത്തമാനകാലവും സമീപ ഭൂതകാല അനുഭവങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകതകളാണ്. മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാനാവാത്ത പ്രത്യേകതകളാണ്. അങ്ങനെയാണ് ഇന്ന് കേരളത്തിലെ ഒരർത്ഥത്തിൽ ഏക വിദ്യാർത്ഥി സംഘടന എന്നുപോലും വിശേഷിപ്പിച്ചാൽ വലിയ അപാകതകളില്ലാത്ത വിധം SFI വളർന്നു പന്തലിച്ചത്. ഒരു കാര്യം കൂടെ സഖാവേ, ഇന്ന് സമ്മേളന വേദിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പോലുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട്. സഖാവടക്കം യുദ്ധങ്ങൾക്കെതിരെ സംസാരിച്ചതിന് ഒരുപാട് വിമർശനങ്ങളും സൈബർ ആക്രമണത്തിനും ഒക്കെ ഇരയായിട്ടുണ്ട്. അപ്പോൾ SFIയും കൂടെ ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? SFI എല്ലാം ഉയർത്തിപ്പിടിച്ച ഒരു വിശ്വമാനവികത, ഒരു സാർവദേശീയ അവബോധം, അതാണ് ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ ബലമായി മാറുന്നത്. പലപ്പോഴും യുദ്ധോന്മാദത്തിൻ്റെ പിടിയിലകപ്പെടുന്ന
പലതരത്തിലുള്ള വിഭാഗീയമായ ചിന്താഗതികളാൽ നയിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നെൽസൺ മണ്ടേല ദീർഘകാലം ജയിലിലടക്കപ്പെട്ടപ്പോൾ മണ്ടേലയെ ജയിൽ വിമുക്തനാക്കണം, അദ്ദേഹത്തെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് വലിയ ക്യാമ്പയിൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്നിട്ടുണ്ട്. ലോകത്തിൽ തന്നെ നടന്ന ക്യാമ്പയിനുകളിൽ ശ്രദ്ധേയമായൊരു ക്യാമ്പയിനായിരുന്നു അത്. വിയറ്റ്നാമിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരായി ഏറ്റവും തീക്ഷ്ണമായ സമരം നടന്നത് അമേരിക്കൻ ക്യാമ്പസുകളിലാണെന്ന് പറയാറുണ്ട്. അന്ന് കെൻറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അവിടുത്തെ അമേരിക്കൻ ആർമിയുടെ വെടിവയ്പ്പൊക്കെ ഉണ്ടായത്, രക്തസാക്ഷിത്വമൊക്കെ ഉണ്ടായി. ആ നിലയിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായില്ലെങ്കിലും കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും വന്ന് തിളച്ചു മറിയുന്ന വിയറ്റ്നാം ഐക്യദാർഢ്യ സമ്മേളനങ്ങളും പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടന്ന അനുഭവമുണ്ട്. നിക്കരാഗ്വയിലൊരിക്കൽ അവിടുത്തെ കാപ്പി കർഷകരെ തന്നെ കൊന്നൊടുക്കാൻ സാമ്രാജ്യത്വം ശ്രമിച്ചപ്പോൾ കോഫി ബ്രിഗേഡ് എന്ന പേരിൽ ലോകത്തിലെമ്പാടും സംഘടിപ്പിക്കപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് അന്നത്തെ SFIയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ നിക്കരാഗ്വയിൽ പോയി അവിടുത്തെ കാപ്പി കർഷകരെ അവരുടെ വിളവെടുപ്പിന് സഹായിച്ച ഒരു അനുഭവം കോഫി ബ്രിഗേഡ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെവിടെയും അടിച്ചമർത്തപ്പെടുന്നവരോടൊപ്പം നിൽക്കുക, ലോകത്തിലെവിടെയും അധിനിവേശത്തിനെതിരായ നിലപാട് സ്വീകരിക്കുക എന്നത് SFI ചരിത്രത്തിലുടനീളം പുലർത്തി പോന്നിട്ടുള്ള ഒരു സാർവദേശീയ രാഷ്ട്രീയ നിലപാടാണ്. തീർച്ചയായും ഇപ്പോൾ പലസ്തീന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും എല്ലാ ഭീകരതയ്ക്കുമെതിരെ നിലപാട് സ്വീകരിക്കുന്നത് തെളിമയാർന്ന ഒരു രാഷ്ട്രീയ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ചിന്തയിലേക്ക് ലോകമെങ്ങുമുള്ള മനുഷ്യർ നമ്മുടെ സഹോദരങ്ങളാണെന്നും അവിടെ ആർക്ക് വേദനിച്ചാലും അത് നമ്മുടെ കൂടെ വേദനയാണ് എന്നും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിശ്വമാനവികതയുടെ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും SFI ഉയർത്തിപ്പിടിച്ചിരുന്നത്. അത്തരം വിശാലമായ ചിന്തയുടെ നിലയിലേക്ക് മറ്റുള്ളവർ എന്നെങ്കിലുമൊക്കെ വളർന്നേക്കും എന്ന് ആശിക്കാനേ ഇപ്പോൾ നമുക്ക് കഴിയും. SFIയുടെ മുൻകാല ഓർമ്മകളും SFIയുടെ കരുത്തുറ്റ ആശയങ്ങളും എല്ലാം തന്നെയാണ് സ്വരാജ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് സംസാരിച്ചത്. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ശരണ്യ പൊയ്യേരി, കൈരളി ന്യൂസ്.